ശ്വാസകോശത്തിലുണ്ടാകുന്ന എല്ലാ തടിപ്പുകളും പ്രശ്നക്കാരാണോ എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പല ആളുകളും ഒരു CT സ്കാൻ എടുത്ത് അതായത് ലങ്സിൻ്റെ ഒരു CT ചെസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ പല തടിപ്പുകളെയും പറ്റി പറയുന്നതായിട്ട് കണ്ട് അവർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ എല്ലാ ശ്വാസകോശത്തിലെയും ഈ തടിപ്പുകളും പ്രശ്നമുള്ളതാണോ? ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ശ്വാസകോശത്തിലൊരു തടിപ്പ് കാണുമ്പോൾ ഇത് ക്യാൻസർ ആണോ എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ശ്വാസകോശത്തിലെ തടിപ്പുകളും ക്യാൻസർ അല്ല. ഇപ്പം നമുക്ക് നേരത്തെ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ TB വന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ വന്ന ഇൻഫെക്ഷൻസിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ വേറെ രോഗങ്ങൾ ഫലമായിട്ട് നമുക്ക് ശ്വാസകോശത്തിൽ തടിപ്പുകളും ചെറിയ പാടുകളും കണ്ടുവന്ന് വരും. അപ്പോൾ അതിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പോൾ നമ്മളൊരു മുഴ കാണുന്നു അല്ലെങ്കിൽ ഒരു തടിപ്പ് കാണുന്നു, അതിൻ്റെ വലിപ്പം വെച്ചിട്ടാണ് നമ്മളത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ രണ്ടാമതായിട്ട് നിർണ്ണയിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം വലിപ്പം ചെറുതാണെങ്കിൽ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്താൽ മതി. അത് 3 അല്ലെങ്കിൽ 6 മാസത്തിലോ നമ്മൾ റിപ്പീറ്റ് സ്കാൻ എടുത്ത് നോക്കുക. റിപ്പീറ്റ് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ വേറെ വളർച്ചയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അത് വേറെ വിഷമിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു 3 മുതൽ 6 മാസം കഴിയുമ്പോൾ നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കുകയും അതിൽ നമുക്ക് എന്തെങ്കിലും വളർച്ച പോലെ കാണുകയാണെങ്കിൽ നമ്മളത് ഫർദർ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. അപ്പം ഈ ശ്വാസകോശത്തിലൊരു തടിപ്പ് വളരുന്നെന്ന് വെച്ചാൽ അതിന് നമുക്ക് കൂടുതലും നമ്മൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തടിപ്പുണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി എടുത്ത് അത് കൺഫേം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബയോപ്സി ശ്വാസകോശത്തിൽ നിന്ന് പല വിധത്തിലെടുക്കാം. അതിൽ മെയിനായിട്ട് നമുക്കുള്ളത് CT കാറ്റഡ്, അതായത് സ്കാനിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ബയോപ്സി എടുക്കുന്നത്. രണ്ടാമത് നമ്മൾ മൂക്കിലൂടെ ട്യൂബ് ഇട്ട് ബ്രോങ്കോസ്കോപ്പി തുടങ്ങിയ പ്രൊസീജിയേഴ്സ് വഴി നമ്മൾ ഉള്ളിലേക്ക് പോയി നമ്മൾ ശ്വാസകോശത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി നമ്മളൊരു ബയോപ്സി എടുക്കുന്നത്. അപ്പോൾ ബയോപ്സി എടുത്താൽ മാത്രമേ നമുക്ക് അത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കൂ. എന്നാൽ ചില സ്കാൻ എടുക്കുമ്പോൾ അതിൽ ഈ തടിപ്പിന് ചുറ്റും ചില നമുക്ക് സാറ്റലൈറ്റ് നോഡ്യൂൾസ് അല്ലെങ്കിൽ വേറെ കഴല വീക്കങ്ങൾ, ശ്വാസകോശത്തിൻ്റെ നടുവിൽ കഴല വീക്കങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമുള്ളതാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു CT സ്കാൻ എടുത്ത് അതിലൊരു തടിപ്പ് കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാ തടിപ്പും നമുക്ക് പ്രശ്നമുള്ളതുമല്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഹിസ്റ്ററി, അതായത് നേരത്തെ പേഷ്യൻറ്റിന് വന്ന രോഗങ്ങൾ വന്നിട്ടുണ്ടോ, അതിന് തുടർച്ചയായിട്ടുള്ളതാണോ ഈ ഒരു തടിപ്പ് എന്നതൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ട് മാത്രമേ നമ്മളത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോ വേണ്ടായോ എന്ന് നമ്മൾ പറയാറുള്ളൂ. നന്ദി, നമസ്കാരം.